ഹായ് ഗേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട്. ഞാനിവിടെ നിന്നിട്ട് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഞാൻ നിൽക്കുന്നത് അയിനിക്കാടാണ്. നിങ്ങളെ ഇടയ്ക്ക് അയിനിക്കാട് എന്ന് പറയുമ്പോൾ കാട് എവിടെയാണെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഇതങ്ങനൊരു സ്ഥലമല്ല, അത്രയും വലിയ കാടുള്ള ഒരു സ്ഥലമൊന്നുമല്ല. ഇത് അങ്ങനത്തെ ഒരു ദ്വീപാണ്, അതിനിട്ടിട്ടുള്ള പേരാണ് അയിനിക്കാടെന്ന്. പലരും എന്നോട് ഇന്നലെ ചോദിച്ചു, ഈ അയിനിക്കാടെന്ന് എഴുതി കാണുന്നുണ്ടല്ലോ, ഇതെന്താ ഈ വലിയ കാട് കാണാനുമില്ല എന്ന് പറഞ്ഞപ്പോൾ കാടൊന്നുമില്ല, ഇത് അങ്ങനത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. നമ്മൾ ഇവിടെ നിന്ന് വരാൻ കാരണം എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം വെച്ചാൽ ഇന്നിവിടെ നമ്മൾ ബാക്കിൽ കാണുന്ന ഈ റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുമായിരുന്നു. ഒരു വഞ്ചിയിൽ പോണ ഒരു ചിത്രമൊക്കെ, ഒരു ഷൂട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഇവിടുത്തെ ആയിരുന്നു. ഇന്നിപ്പോൾ ഇപ്പം ഞാനിപ്പോൾ സ്ഥിരം നടക്കാൻ വരുന്നൊരു സ്ഥലമാണ്. നല്ല ഡീപ്പ് ബ്രീത്തിങ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ശ്വാസം വലിച്ച് വിടുക, നമ്മൾ പറയില്ലേ, ശ്വാസം വലിക്കുക വിടുക. ദേ പോയി, ദേ വന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ശ്വാസമാണ് ഞാനെന്ന് പറഞ്ഞത് ഈ ശ്വാസമാണ്. ശ്വാസം വലിക്കുക വിടുക, ഇതാണ് ഞാൻ. ഈ ശ്വാസം വലിച്ചിട്ട് എനിക്ക് വിടാൻ പറ്റിയില്ലെങ്കിൽ ഞാനല്ല, അതിനെ ബോഡി എന്ന് പറയും. അതൊരു ബോഡിയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലൊക്കെ കാണും, ഡൽഹിയിലൊക്കെ ശ്വാസം കിട്ടാനില്ല, ശ്വാസം മലിനീകരണം. നമ്മൾ പറയില്ല, ശ്വാസം കിട്ടാനില്ല, അവിടെ ഓക്സിജൻ്റെ കുറ്റി വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നാണ് എനിക്ക് പിന്നെയും പറയാനുള്ളത്. ഞാൻ എൻ്റെ വണ്ടിക്ക് പേരെന്നെ ഗോഡ്സ് എന്നിട്ടുള്ളത്. അപ്പം അത്ര വലിയ പുണ്യാളനൊന്നല്ല, പിന്നെ പുണ്യാളനാവാനും പറ്റില്ലോ. അപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രകൃതി അതിൽ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ശുദ്ധമായ ശ്വാസം, ശുദ്ധമായ വെള്ളം, ഇതൊക്കെ നമ്മൾ പരമാവധി നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മൾ തന്നെയാവും അതിന് എന്തെന്ന് പറയാ, അതിന് കാരണക്കാരൻ നമ്മൾ തന്നെയാവും. ഞാൻ വല്ലാണ്ട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം എന്നോട് പലരും പറയാറുണ്ട്, കുറച്ചധികം സമയം സോളമന് സംസാരിച്ചു വിടാന്ന് ചോദിക്കാറുണ്ട്. സോളമൻ്റെ ടോക്ക് വലിയ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകുന്നുണ്ടെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ പലരുടെ ഭാഗത്തു നിന്നും കമൻറ്റുകൾ കേൾക്കാറുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ അത് അടുത്ത ഒരു ജനറേഷന് പ്രാപ്യമാക്കാൻ നമ്മൾ തയ്യാറാവണം. ഇത് പറയുമ്പോൾ നീ ആരാന്ന് ചോദിക്കരുത്. ഞാനൊരു മറ്റേ ലാലേട്ടൻ പറഞ്ഞ പോലെ സവാളഗിരി, ഞാനൊരു സാധാരണ മനുഷ്യൻ, എന്നെക്കൊണ്ട് പറ്റാവുന്നത് ഞാൻ ചെയ്യാം. ഇപ്പോൾ എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെയാണ്, നിങ്ങളെല്ലാവരും പറഞ്ഞറിയും, മുരളി അടാട്ടെന്ന് പറയും. അപ്പോൾ ആൾ ഒരുപാട് ഞങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായിട്ടുള്ള ഒരാളാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മുരളി അടാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടാട്ട് അറിയാത്തവരാരുമില്ല. അമേച്ചർ നാടക മത്സരത്തിലും അതുപോലെ തന്നെ ഒരുപാട് നാഷണൽ അവാർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള ആളാണ്. പൊളിറ്റിക്സ് ഒക്കെ ആയിട്ട് കുറേ എനിക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ തന്നിട്ടുള്ളതാണ്. രാജ് തോമസ്, റപ്പായ അടാട്ട്, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരുള്ള ഒരു നാടാണ് ഞങ്ങളുടെ അടാട്ട്, പ്രശസ്തരും. അപ്പോൾ ആൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, ഞങ്ങളൊരു മിമിക്രി കഴിഞ്ഞിട്ട് ഞാൻ ഒരു വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ചെയ്യാവുന്നതാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നിനക്ക് ചെയ്യാൻ പറ്റണതാണ് നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിലർത്ഥം നിനക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്, എനിക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്. നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്, ഓരോ മനുഷ്യജീവനും വ്യത്യസ്തമാണ്. അവർക്ക് ഓരോരോ ദൗത്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടം വിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ശ്വാസം, ഡീപ്പ് ബ്രീത്തിങ്, ആ വിഷയത്തിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നില്ല. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാൻ പറ്റി. അതിൽ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. എല്ലാവരും നല്ലവരായിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ഇപ്പോൾ അതൊരു മനസ്സിനൊരു സന്തോഷം നൽകുന്നൊരു കാര്യമാണെങ്കിൽ അതല്ലേ എല്ലാം. അപ്പോൾ ഓക്കെ, ഹായ്.